മഞ്ജൂസ് ഫുഡീസ് സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി ഓയിലൊന്നും ചേർക്കാതെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണ്. എങ്ങനെയാണ് ഇത് റെഡിയാക്കുക എന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കൂ. ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബോണോട് കൂടിയ ചിക്കൻ തന്നെയാണ് കേട്ടോ. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 15ഓളം ചെറിയ ഉള്ളി, ഒരു 10 വെളുത്തുള്ളി, പിന്നെ 2 ഇഞ്ച് നീളം വരുന്ന ഇഞ്ചി, 2 പച്ചമുളക് എല്ലാം ഞാനിവിടെ അരയ്ക്കാൻ സൗകര്യത്തിന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കൻ വേവിക്കാൻ പാകമായിട്ടുള്ള ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇത് സ്റ്റവിലേക്ക് വെക്കുന്നുള്ളൂ. ഇനിയാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അരമുറി തേങ്ങയുടെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അതിപ്പോൾ 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്പം വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചിക്കൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് കറക്റ്റ് അളവൊന്നുമില്ല. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂണ് പെരുംജീരകം പൊടിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പെരുംജീരകം മാത്രമായിട്ട് പൊടിച്ചതാണ്, ഗരം മസാലയല്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ആ കട്ടൊന്നും ഉടഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കുക്കായി വരുമ്പോൾ ഉടഞ്ഞു പൊക്കോളും. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം. ആ സമയത്ത് ചിക്കനിലൊക്കെ വെള്ളം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നോളും. നമ്മൾ ആ ടൈമിൽ ലോ ഫ്ലെയിമിലേക്ക് വെക്കരുത്. ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ടോട്ടൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുവിധം ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തേങ്ങ ചിരകിയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്തതെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇതിപ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തത് കൊണ്ട് ആ എണ്ണയുടെ അളവൊന്നും അങ്ങനെ കാണില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല മസാലയൊക്കെ പുരണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ എല്ലാം കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓയിലൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു ചിക്കൻ ഡ്രൈ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ പറയണം. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.